വിദേശ മെഡിക്കൽ ബിരുദധാരികളോടുള്ള FMGS KSMCയുടെ വിവേചനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവർ നടത്തിയ പത്രസമ്മേളനത്തിന്റെ വിശദാംശങ്ങളിലേക്ക്. വിവേചനത്തിനെതിരായ ഒരു പ്രതിഷേധം നാളെ രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുകയാണ്. ഞങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FMG ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുന്നതിന് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിനെയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്. NMC പറഞ്ഞിരിക്കുന്നത് പോലത്തെ നിർദ്ദേശപ്രകാരം കോമ്പൻസേഷൻ സർട്ടിഫിക്കറ്റ്, ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുന്നവരുടെ സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്യേണ്ടത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാണ്. ഇത് അവർ വെരിഫൈ ചെയ്യാതെ കുട്ടികളുടെ മേൽ ക്ലർക്ക്ഷിപ്പ് എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പഠനം പൂർത്തിയാക്കിയവർക്ക് 2 വർഷം നീളുന്ന കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് അവർ പെർമനന്റ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നത്. അനാവശ്യമായി ക്ലർക്ക്ഷിപ്പ് ഓർ ഇന്റേൺഷിപ്പ് അടിച്ചേൽപ്പിക്കുന്നത് മൂലം ഞങ്ങളുടെ 2 വർഷവും 3 വർഷവുമാണ് നഷ്ടപ്പെടുന്നത്. അതുമാത്രമല്ല, കോമ്പൻസേഷൻ ചെയ്തു വരുന്നവർക്ക് ക്ലർക്ക്ഷിപ്പ് ഇഷ്യൂ ചെയ്യേണ്ട എന്നുള്ളത് 30/9/2020 പബ്ലിക് നോട്ടീസും 26/4/2022 എന്ന് പറയുന്ന സർക്കുലറും 9/5/2023 സർക്കുലറും 19/6/2024 പബ്ലിക് നോട്ടീസും തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഞങ്ങൾക്ക് 1 രൂപ പോലും സ്റ്റൈപ്പൻഡ് ഇഷ്യൂ തരുന്നതല്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അൺപെയ്ഡ് ലേബറാണ്. ഇത്രയും കാലം ഈ ഒരു കാലഘട്ടത്തിലും 2-3 വർഷമൊക്കെ ഞങ്ങൾ അൺപെയ്ഡ് ലേബർ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. അതുമാത്രമല്ല, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം രജിസ്ട്രേഷൻ ലഭിച്ചവർക്ക് കേരളത്തിൽ മാത്രം രജിസ്ട്രേഷൻ അവർ നൽകുന്നില്ല, ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഞങ്ങളത് പലതവണയായിട്ട് പല സർക്കാരിന്റെ അടുത്ത് നമ്മളത് അവകാശപ്പെട്ടതാണ്. ഇതൊന്നും ഇതുവരെ ആയിട്ട് ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത് വെളിയിൽ റഷ്യ, ചൈന, ഫിലിപ്പീൻസ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം പോയി പഠിച്ചു വന്ന് നമ്മുടെ ഇവിടുത്തുള്ള ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാമിനേഷൻ പാസ്സായി വരുന്നതായിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അവർക്ക് എല്ലാ സംസ്ഥാനത്തും നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ രീതികൾ അനുസരിച്ച്, അവരുടെ നോട്ടീസ് അനുസരിച്ച് ചില സംസ്ഥാനങ്ങളിൽ 1 വർഷവും ചില സംസ്ഥാനങ്ങളിൽ ഡയറക്റ്റ് പെർമനന്റ് രജിസ്ട്രേഷനും ആണ് നൽകുന്നത്. എന്നാൽ ഈ നോട്ടീസ് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ മാത്രം ബാക്കി നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വിപരീതമായി വേറൊരു തലത്തിലാണ് അവരതിനെ വ്യാഖ്യാനം ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് 2 വർഷം സ്റ്റുഡൻസിനെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലുമെല്ലാം 2 വർഷം അൺപെയ്ഡ് ആയിട്ടാണ് നമുക്കെല്ലാവർക്കും ക്ലർക്ക്ഷിപ്പും ഇന്റേൺഷിപ്പും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു 6 to 7 months ഉണ്ടാകുന്നതായിട്ടുള്ള ഡിലേ ഒന്നാമത്തെ പ്രശ്നം. ആ ഒരു ഡിലേ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അലോട്ട്മെന്റ് ചെയ്ത് തന്നാൽ പോലും 2 വർഷം വീണ്ടും ഞങ്ങൾ ഇവിടെ ക്ലർക്ക്ഷിപ്പും ഇന്റേൺഷിപ്പും ചെയ്യണം. ഈ ക്ലർക്ക്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ലീഗലായിട്ട് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു വർഷത്തെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അത് കോവിഡ് സമയത്ത് നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ നോട്ടീസ് പ്രകാരം ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണെന്നും മറ്റെല്ലാ സംസ്ഥാനവും ഈ ക്ലർക്ക്ഷിപ്പ് വേണ്ട എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ മാത്രം ക്ലർക്ക്ഷിപ്പ് മനഃപൂർവ്വം ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ഇൻഹ്യൂമെയിൻ ആയിട്ടുള്ള എന്ത് സാഡിസ്റ്റ് മെന്റാലിറ്റി ആണ് അത് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നു. അപ്പൊ ഞങ്ങളുടെ അസോസിയേഷൻ ബേസിക്കലി എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ ഇടപെടുന്നത് കൊണ്ട് കേരള ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് എല്ലാവർക്കും 1 വർഷത്തെ ഇന്റേൺഷിപ്പോ ഡയറക്ട് രജിസ്ട്രേഷനോ അക്കോർഡിംഗ് ടു ദ നോട്ടീസ് ദാറ്റ് ഇസ് ഗിവൺ ബൈ ദ നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഫോളോ ചെയ്യാനാണ് ഞങ്ങൾ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിനോട് ആവശ്യപ്പെടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ 1 വർഷം ഇന്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം വരുന്നതായിട്ടുള്ള സ്റ്റുഡൻസിനും ഇവിടെ ട്രാൻസ്ഫർ നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വേറൊരു വലിയ കാര്യം, 2 വർഷം നമ്മൾ ജോലി ചെയ്യുമ്പോൾ പോലും, സാധാ ഇവിടുത്തെ ഇന്റേൺസിനെ പോലെ ജോലി ചെയ്യുമ്പോൾ പോലും 1 രൂപ പോലും സ്റ്റൈപ്പൻഡ് കിട്ടാതെയാണ് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നതെന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് ഈ ഗവൺമെന്റിനോട് നമ്മൾ പല ആവർത്തി ഈ ആവശ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരാരും ഇതിനൊരു രീതിയിലും നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അതുമാത്രമല്ല, ഞങ്ങൾ ഇതിനെതിരെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിനടുത്ത് പലതവണ റെപ്രസെന്റേറ്റീവ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവർ പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പോഴും എല്ലാവരും അവർ പറയുന്നത്
കേസ് ഉണ്ട്, അതുകൊണ്ട് ഒന്നും അതിനകത്ത് നടപടി എടുക്കാൻ പറ്റത്തില്ല എന്നാണ്. ഈ കേസ് തന്നെ ആന്ധ്രാപ്രദേശ് മെഡിക്കൽ കൗൺസിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആന്ധ്രാപ്രദേശ് മെഡിക്കൽ കൗൺസിൽ ഇപ്പോൾ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല വെസ്റ്റ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കൊടുക്കുന്നതിനുള്ള വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള വിവരാവകാശ നിയമപ്രകാരമുള്ള പ്രൂഫാണിത്. അത് വേറൊരു ഇന്റേൺഷിപ്പ്, അവിടെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്ത് വന്നവർക്ക് വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട എന്ന് പറയുന്ന NMCയുടെ നിയമപ്രകാരം, NMCയുടെ നിയമമാണ് ഇത്. 2020 ഇറക്കിയ നിയമമാണ്. അതുപോലെ തന്നെ ഇത് ഇവിടത്തെ ഓൺലൈൻ ക്ലാസ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഇവിടത്തെ നമ്മുടെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിലെ പ്രസിഡന്റ് ഡോക്ടർ ഹരികുമാരൻ സൈൻ ചെയ്ത് അവരുടെ നോട്ടീസ് ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു നോട്ടീസാണ്. ഇവര് നമ്മൾ 18/3 നോട്ടീസിന് വേണ്ടി കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നും പറഞ്ഞ് അവര് UGMEBക്ക് NMCക്ക് ഇവരൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഈ അയച്ച മെയില് പ്രസിഡന്റിനാണ്, UGMEBയുടെ പ്രസിഡന്റിനാണ് ഇവർ മെയിൽ അയച്ചിരിക്കുന്നത്. പക്ഷെ ആ പോസ്റ്റ് ഇപ്പോഴും വേക്കന്റ് ആണ്. UGMEBക്ക് പ്രസിഡന്റ് ഇല്ല. അതിനു പകരം അവർ സെക്രട്ടറിക്ക് അയക്കേണ്ടതാണ്. അവര് പ്രസിഡന്റ് അയച്ച് അവർ ഇതുവരെ ആയിട്ട് അവർക്ക് റിപ്ലൈ കിട്ടിയില്ല. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം അവർക്ക് വേണ്ട ക്ലാരിഫിക്കേഷൻ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു. ഒറീസ, ആസാം അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അവർക്ക് വേണ്ട ക്ലാരിഫിക്കേഷൻ കിട്ടി. അത് മാത്രമല്ല ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻസ് ചോദിച്ചുകൊണ്ടുള്ള മെയിൽ കൂടുതൽ വരുന്നതുകൊണ്ട് NMC തന്നെ ഒരു പബ്ലിക് നോട്ടീസ് ആയിട്ട് FAQs ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കോമ്പൻസേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ക്ലർക്ക്ഷിപ്പ് ഇഷ്യൂ ചെയ്യരുതെന്ന്. ഞങ്ങളെല്ലാവരും കോമ്പൻസേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ്. അവർക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ഇവർ ക്ലർക്ക്ഷിപ്പ് ഇഷ്യൂ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഇദ്ദേഹം രോഹിത് പ്രോ ആണ്, ഡോക്ടർ രോഹിത് പ്രിയ എന്നാണ് പേര്. ഇദ്ദേഹം ഡൽഹിയിൽ രജിസ്ട്രേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. ഏകദേശം 5 വർഷത്തിന് മുകളിലായിട്ട് ഡൽഹിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഇവിടെ രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ സമ്മതിക്കുന്നില്ല. ഞാൻ basically 2011 batch ആണ്. So basically ഞാൻ 2011 batch ആണ്. ഞാൻ 2017 ഗ്രാജുവേറ്റ് ആയി, ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആയി ചൈനയിൽ നിന്ന് വന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ നമ്മുടെ എക്സാം അത് പാസ്സായതിനു ശേഷം ഞാൻ ഡൽഹിയിൽ പോയി നമ്മുടെ എക്സാം പാസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അപ്പോൾ അതിനുവേണ്ടി പോയി അവിടെ തന്നെ രജിസ്ട്രേഷൻ എടുത്ത്, ഡൽഹി മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എടുത്ത് 5 വർഷത്തോളമായി ഞാനവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ വർക്ക് ചെയ്ത് ഇപ്പം ഞാൻ നമ്മുടെ സ്വന്തം നാട്ടിൽ വന്ന് ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ വന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. എനിക്ക് ട്രാൻസ്ഫർ സംബന്ധിച്ച് തരണം. പക്ഷെ അവർ എനിക്ക് റിജക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അതിൻ്റെ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പുറത്തുപോയി പഠിച്ചവരാണ്, നിങ്ങൾ വീണ്ടും ഇവിടെ വരുമ്പോൾ 2018 ശേഷം വരുന്നവരെല്ലാവരും വീണ്ടും 1 year ഇന്റേൺഷിപ്പ് ചെയ്താലേ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ രജിസ്ട്രേഷൻ തരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മുടെ മേലെ അത് അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന ഇന്റേൺഷിപ്പ് എല്ലാം വാലിഡ് ആണ് എന്നുള്ളതിന്റെ നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയ 2020 നോട്ടീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിനുശേഷം ഇത് ജൂലൈയിലുള്ളത്. അതിനുശേഷം ഒക്ടോബറിൽ വീണ്ടും അവരതിനൊരു നോട്ടീസ് വേറെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലെ പല സ്റ്റേറ്റിനും പല കൺഫ്യൂഷൻസും വരാൻ തുടങ്ങിയപ്പോൾ NMC തന്നെ ഒരു ഓൾ ഇന്ത്യ എന്നുള്ള ലെവലിൽ അവർ കുറെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന്റെ നോട്ടീസാണ് ഇത്. 2021 നവംബറിലെ നോട്ടീസാണ്. ഇതിലെല്ലാം പറയുന്നത് നമ്മൾ ഈ പുറത്ത് പഠിച്ച് ഈ രജിസ്ട്രേഷൻ എടുത്ത് വേറെ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളവരാണെങ്കിലും ആരാണെങ്കിലും ട്രാൻസ്ഫറിനും സമ്മതിച്ചു. 2021 മുന്നേ ഏത് കോളേജിൽ അഡ്മിഷൻ എടുത്തവർ പോലും ഏത് സ്റ്റേറ്റിലും രജിസ്ട്രേഷന് അവര് വാലിഡ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് എന്ന് എല്ലാ സ്റ്റേറ്റ് മെഡിക്കൽസിനും അവർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളതാണ് നോട്ടീസ്. അത് കഴിഞ്ഞിട്ടും പല സ്റ്റേറ്റും ചെയ്യാതിരുന്നപ്പോൾ 2025 അവര് തന്നെ ഇറക്കിയ അടുത്ത നോട്ടീസിന്റെ കോപ്പിയാണ് ഇത്. എന്നിട്ടും പല സ്റ്റേറ്റ്സും ഫോളോ ചെയ്ത്, മെയിൻലി പറയുന്നത് കേരള മെഡിക്കൽ കൗൺസിലാണ്. അത് കഴിഞ്ഞത് 18/3/2026 അവർ ഒരു ക്ലാരിഫിക്കേഷൻ വീണ്ടും ഇറക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ മെയിൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ട്രാൻസ്ഫർ മീൻസ് ഞാൻ എൻ്റെ പറയാണ് ട്രാൻസ്ഫറിന്റെ കാര്യം. അത് എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിരിക്കണമെന്നത്. ഇതിലെല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത് 2021 മുന്നേ അപ്ലൈ ചെയ്തവർക്കെല്ലാം രജിസ്ട്രേഷൻ കൊടുത്തിരിക്കണം എന്ന് തന്നെയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഓർഡർ. ഇത് എല്ലാ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോഴും ഇവരെ ഇപ്പൊ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ ഇവരിവിടുന്ന് ലെറ്റർ അയച്ചു, നമുക്ക് വീണ്ടും ക്ലാരിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ 8 ജൂൺ 2026 അവർ ഇറക്കിയ പുതിയ നോട്ടിഫിക്കേഷൻ ആണ് ഇത്. അപ്പൊ ഇതിലും അവരെല്ലാം ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെ വാലിഡ് ആയിട്ട് കൊടുക്കണം, ആർക്കൊക്കെയാണ് ഇത് ആപ്ലിക്കബിൾ ആയി വരുന്നത് എന്നുള്ളത്. ഇതെല്ലാം ഇത്രയും നോട്ടിഫിക്കേഷൻ ഉണ്ടായിട്ട് പോലും ബാക്കി എല്ലാ സ്റ്റേറ്റുകളും, അതാണ് ഹൈലൈറ്റ്, അവിടെ എല്ലാം അവര് നമുക്കെല്ലാം PR തരുന്നുണ്ട്. കേരള മെഡിക്കൽ കൗൺസിൽ മാത്രം നമുക്ക് രജിസ്ട്രേഷൻ തരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ പോലെയുള്ള ഇപ്പൊ നമ്മളൊരു മേബി ഒരു 1000-1500 ഡോക്ടേഴ്സ് ഉണ്ട് ഇതിൽ പെട്ട് കിടക്കുന്നത്.
നമുക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ നമുക്ക് കേരളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യാതെ ഇങ്ങനെ ചെയ്യാൻ, അപ്പോൾ ഇതൊരു മെയിൻ ഒരു ഹൈലൈറ്റ് ഒരു ഇഷ്യൂ ആക്കി നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യും. ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ക്ലർക്ക്ഷിപ്പ് നിർത്തലാക്കുക, NMCയുടെ നിയമം പാലിച്ച് ക്ലർക്ക്ഷിപ്പ് നിർത്തലാക്കുക, PR കൊടുക്കേണ്ടവർക്ക് PR കൊടുക്കുക, സ്റ്റൈപ്പൻഡ് ഇഷ്യൂ ചെയ്യുക. സ്റ്റൈപ്പൻഡ് ഒരാളുടെ ഒരു കുട്ടിയുടെ ഒരു പറഞ്ഞാൽ ഞങ്ങളും ഇതേപോലെ IMGs ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ പല ജനറൽ ഹോസ്പിറ്റലിലും ജില്ലാ ആശുപത്രികളിലും ഇന്റേൺസ് ആയിട്ട് നിൽക്കുന്നത് FMGs ആണ്. അവർക്ക് കൊടുക്കേണ്ടത് ഒരു മിനിമം ഒരു എന്തെങ്കിലും ജീവിത ചെലവിനുള്ള സ്റ്റൈപ്പൻഡ് അവർക്ക് നൽകണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അത് കഴിഞ്ഞ് ഈ കൗൺസിലിനെ പിരിച്ചുവിട്ട് പുതിയ കൗൺസിലിനെ സർക്കാർ എത്രയും പെട്ടെന്ന് നിയമിക്കണം. ഈ കൗൺസിൽ ഒരു ആന്റി FMG പ്രോ പ്രൈവറ്റ് കൗൺസിലാണ്. ഞാൻ ഈ പ്രോ പ്രൈവറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ മെയിൻ കാരണം തന്നെയാണ് ക്ലർക്ക്ഷിപ്പിന് ഒരു കുട്ടിയുടെ 5000 രൂപ വെച്ച് അവർ വാങ്ങിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഞങ്ങളുടെ അക്കോമഡേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ അതിന് ഏകദേശം ഒരു കുട്ടിയുടെ ഒരു വർഷം ഇവർ 1,00,000 മേളിൽ രൂപ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് വാങ്ങിക്കുന്നുണ്ട്. അത് മാത്രമല്ല ലാസ്റ്റ് ഇതിന്റെ ഡിലേ അവസാനിച്ചു തരണം. ഇവർക്ക് സൈറ്റ് ഉണ്ട്, ഞങ്ങളുടെ ഈ സൈറ്റിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അത് പോരാതെ തന്നെ നമ്മുടെ ഇവർ എല്ലാ ഡോക്യുമെന്റ്സും ഹാർഡ് കോപ്പി വാങ്ങിക്കുന്നുണ്ട്. ഇന്ത്യൻ അംബാസിഡേഴ്സ് സൈൻ ചെയ്ത ഡോക്യുമെന്റ്സ് ആണ് ഞങ്ങളുടെ ഇരിക്കുന്നത്. അത് ഇവർ നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിക്കണമെന്നാണ് ഇവർ പറയുന്നത്. അത് 2 കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.